ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ ചാനലായ ബെർലിൻ കുക്ക് ആൻഡ് ഈറ്റിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ആക്ച്വലി ഇതൊരു ട്രയൽ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. പിന്നെ ഇത് ഫസ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ കുറവുകൾ, കുറ്റങ്ങളൊക്കെ എല്ലാം കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ശരിയാക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് സീറയുടെ ഫ്രോസൺ ചിക്കനാണ്. 1200 ഗ്രാം വരെ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ 4 മീഡിയം സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളി, ഒരു 8 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന സവാളയും തക്കാളിയും എല്ലാം ഞാൻ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കനും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നമ്മളൊരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കണം. ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 3-4 കഷ്ണം പട്ടയുടെ പീസ്, പിന്നെ ഒരു 3-4 ഗ്രാമ്പു ഇതിട്ട് ചെറുതായിട്ട് മൂപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം. സവാള ചേർത്തിട്ട് കുറച്ച് ഉപ്പിട്ട് വേണം നമുക്ക് വഴറ്റാൻ വേണ്ടി. അപ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടും. നന്നായിട്ട് അതിൻ്റെ ഒരു കളർ മാറി വരുന്നവരെ സവാള വഴറ്റിയെടുക്കുക. അപ്പോൾ അത് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴട്ടെ. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഇതിപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ക്യാമറ ഒറ്റ ആംഗിൾ വെച്ചാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ ക്യാമറ എടുക്കാൻ വേറെ ആരുമില്ല. അപ്പോൾ ഞാൻ തന്നെയാണ് ക്യാമറ എടുത്തിരിക്കുന്നത്. ഞാൻ ഒരു ഒറ്റ ആംഗിളിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അതാണ് ഞാൻ അപ്പോൾ നമുക്ക് ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. വീഡിയോയിലും എഡിറ്റിങ്ങിലും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോ ശരിയാക്കാം. അപ്പോൾ എല്ലാവരും കമൻറ്റ്സ് അറിയിക്കണം. എന്തായാലും സവാള ഒരു കളറൊക്കെ മാറി വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴറ്റിയാലേ കറിക്കൊരു രുചി ഉണ്ടാകത്തുള്ളൂ. പിന്നെ മാക്സിമം ഫ്ലെയിം കുറച്ച് വെച്ച് വേണം സവാള വഴറ്റാൻ വേണ്ടി. കാരണം സവാള കരിഞ്ഞു പോകുമ്പോൾ കറിയുടെ ടേസ്റ്റ് മാറും. ഏകദേശം സവാള നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ആ സവാള കരിയാതെ നോക്കിക്കൊള്ളണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കണം. അത് നന്നായിട്ട് മൂപ്പിക്കണം. ശ്രദ്ധിക്കണം, അത് ഇഞ്ചിയും വെളുത്തുള്ളിയും പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന സാധനമാണ്. അതുകൊണ്ട് പെട്ടെന്ന് കരിയും അത്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടി. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച മണമൊക്കെ മാറി ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് നമ്മൾ 2ആയിട്ട് കീറിയാണ് പച്ചമുളക് വെച്ചാൽ അതിനെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ പച്ചമുളക് ഒന്ന് അരിച്ചതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി, തക്കാളി നന്നായിട്ട് വേകണം. തക്കാളി ആ എണ്ണയിൽ കിടന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ ഇടയ്ക്ക് നമ്മൾ ആ സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കണേ. അപ്പോൾ പെട്ടെന്ന് ചില തക്കാളി പെട്ടെന്ന് വേഗത്തില്ല. അപ്പോൾ ഒന്ന് ഉടച്ചു കൊടുക്കുക. തക്കാളി നന്നായിട്ട് വേവിച്ചെടുക്കണം. ആ എണ്ണയിൽ കിടന്ന് ആ എണ്ണയൊക്കെ പൊങ്ങി മേളിൽ വരണം. അത് വഴറ്റിക്കൊണ്ടിരിക്കണം. തക്കാളി വഴറ്റി കഴിയുമ്പോൾ നമ്മൾ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തക്കാളി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. നമുക്ക് മസാലപ്പൊടി ചേർക്കാൻ സമയമായി.
അപ്പോൾ നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, അത് ഒരു അര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർക്കുക, കുറച്ച് കുരുമുളക് പൊടി എല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ പച്ചമണം, ആ മസാലയുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പം ഞാൻ എപ്പോഴും മാക്സിമം ചിക്കൻ ബീഫിലുമൊക്കെ നമ്മുടെ കയ്യിലുള്ള മസാല എല്ലാം ചേർക്കാറുണ്ട്. അതായത് ഇപ്പം ഗരം മസാല എന്നാലും ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എല്ലാം ചേർക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മസാല ചേർക്കുമ്പോഴാണ് നമുക്ക് ടേസ്റ്റ് കൂടുന്നത് കറിക്ക്. മസാലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കുക. നമുക്ക് ഗ്രേവി കൂടുതലാണെങ്കിൽ കൂടുതൽ മസാല ചേർക്കുക, അല്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഞാനിപ്പോൾ അത്യാവശ്യം മസാല അളവിന് ചേർത്തിട്ടുണ്ട്. കാരണം കുറച്ച് അത്യാവശ്യം ഗ്രേവി വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം, മസാല മൂത്ത് കഴിയുമ്പോൾ നല്ല ചൂടുവെള്ളം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കണം. ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അത് ആവശ്യത്തിന് ചൂടുവെള്ളം ചേർക്കുക. അത് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്തുകൊണ്ടിരിക്കുക. നമുക്ക് കുറച്ച് ഗ്രേവി മതി എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഞാനത് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്തിട്ടുണ്ട്. കാരണം എനിക്ക് അത് ഉച്ചയ്ക്ക് ചോറിനോടെ കഴിക്കാനും രാത്രി ചപ്പാത്തിയോടെ കഴിക്കാനാണ് ഞാനത് കുറച്ച് വെള്ളം കൂടുതൽ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി വേണ്ട, തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുറച്ച് ചേർത്താൽ മതി. നമ്മൾ ഏകദേശം കറിയൊക്കെ നല്ല മസാല എല്ലാം നല്ല പിടിച്ച്, ചിക്കനിൽ പിടിച്ച് നല്ല ഇതായിട്ട് നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇനി അത് അടുപ്പിൽ കിടന്നൊന്ന് വേകണം. അത് ഫ്രോസൺ ചിക്കൻ ആയത് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് അധികം സമയം ആവശ്യമില്ല. നമ്മൾ ഫ്രഷ് ചിക്കനെ പോലെയല്ല, ഫ്രോസൺ ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഏകദേശം കറി ഏകദേശം ഒരു ഗ്രേവി ഏകദേശം ഒരു തിക്നെസ് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളകി കൊടുക്കണം. കാരണം അത് ചിലപ്പോൾ അത് ചട്ടിയിൽ മൂട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഏകദേശം നമ്മുടെ കറി ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. നമുക്ക് അറിയാം നല്ല ഒരു ഫ്ലേവർ, നല്ല മണമൊക്കെ വരുന്നുണ്ട് കറിയിൽ. ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട് കണ്ടോ, നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഒന്നുകൂടെ നിലയിൽ കൊടുക്കുക. പിന്നെ അവസാനം ഞാനവിടെ കുറച്ച് മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം കുറച്ച് നമ്മൾ മല്ലിയില ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും കിട്ടും. ഞാൻ ചിക്കൻ ഉണ്ടാക്കിയാലും മീറ്റ് ഉണ്ടാക്കിയാലും മല്ലിയില ചേർക്കാറുണ്ട്. എന്നാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അത് നോക്ക്, നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുക. ചിക്കൻ ചോറിൻ്റെയും പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം.